ഹായ് മക്കളെ, ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് എക്സാം എഴുതിയിട്ടുള്ള പ്രാക്ടീസ്. നമ്മൾ എന്തിനാ എക്സാം എഴുതുന്നത്? നമ്മൾ കറക്റ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ അല്ലേ? അതായത് നമുക്ക് എത്രത്തോളം മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്, ഇനി എന്തൊക്കെ കറക്ഷൻ നമ്മൾ കൊണ്ടുവരണം, അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സാംസ് എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം ഈ വെറൈറ്റി ഓഫ് എക്സാംസ് ആണ് ആക്ച്വലി നിങ്ങൾക്ക് സൂപ്പർ കിങ്സ് ബാച്ചിലൂടെ സൈലം എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം ആണ് എന്ത്, നിങ്ങളുടെ FAT എക്സാം. അതായത് 2 വീക്കിന് ശേഷം ആ 2 വീക്കിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണോ എടുത്തത് അതിന് ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, എക്സാം കണ്ടക്ട് ചെയ്യും. അതിന് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ആ റാങ്ക് ലിസ്റ്റിലൂടെ ആ ഒരു സൊല്യൂഷനും ഒക്കെ നോക്കി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ വരുത്തിയ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ചെയ്യാൻ പറ്റും. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് എക്സാം ആണ് എന്ത്, GIB, ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ. അതായത് കേരളത്തിലുള്ള എല്ലാ സ്റ്റുഡൻസുമായിട്ടും നിങ്ങൾക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ലെവൽ ഏകദേശം നിങ്ങൾക്ക് എന്താകും, മനസ്സിലാകും. അതാണ് ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ. അത് ഏകദേശം ഒരു 3 to 4 ചാപ്റ്റേഴ്സ് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, എഴുതാൻ പറ്റുക. അത് ഓഫ്ലൈൻ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, GIB എക്സാം സെൻട്രലിൽ വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. അടുത്തൊരു എക്സാം ആണ് എന്ത്, AITS, അതായത് ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസ്. അതായത് ഏകദേശം നീറ്റ് എക്സാം ആവാനാവുന്ന സമയത്ത് അല്ലെങ്കിൽ JEE എക്സാം ആവാനാവുന്ന സമയത്ത് ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റുഡൻസുമായിട്ടും കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണെന്ത്, AITS. പിന്നെ നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് നിങ്ങൾ ആപ്പിൽ എഴുതാൻ പറ്റുന്ന എക്സാം ആണെന്ത്, SAT, സെൽഫ് അസസ്മെന്റ് ടെസ്റ്റ്. അത് നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യാം, എഴുതാം. ആപ്പിലുണ്ട് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ആ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്വന്തമായിട്ട് എക്സാം നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും എക്സാംസിലൂടെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സൂപ്പർ കിങ്സ് ബാച്ചിലൂടെ കടന്നു പോവുക. അപ്പോൾ എക്സാം എഴുതി നമ്മൾ എന്ത് ചെയ്യണം, എക്സാമിൻ്റെ പേടി എന്ത് ചെയ്യണം, മാറ്റണം. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ ആൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. സൂപ്പർ കിങ്സ് 2.0 അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അറിഞ്ഞ് അന്വേഷിക്കുക. എന്നിട്ട് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. ഓൾ ദി ബെസ്റ്റ്.